ഹലോ ഗൈസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ഈ ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോർമൽ സൈക്കിളിനെ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും ഒരു ഇലക്ട്രിക് സൈക്കിളിൻ്റെ കൺവേർഷൻ കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾക്ക് വന്ന ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിൻ്റെ കൊറിയർ ബോക്സ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെയാണ് ബോക്സിനുള്ളിലുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇത് സൈക്കിളിൽ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പാണ്. പിന്നെ മെയിൻ ഐറ്റം ഇത് മോട്ടറാണ്. ഈ മോട്ടറാണ് സൈക്കിളിൽ ഫിറ്റ് ചെയ്യുന്നത്. അതെല്ലാം കാണിച്ചു തരാം. ഒരു ചെറിയൊരു ബ്രോഷർ പോലെയുണ്ട് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ. പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം ബാറ്ററി. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് myinnovation. ഞാനത് പറഞ്ഞല്ലോ, നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. 24 വോൾട്ട് 12 AH വരുന്ന ബാറ്ററിയാണത്. ഇത് ഇത് 30 കിലോമീറ്റർ ഇതിൻ്റെ ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ അത് കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് ചാർജറുണ്ട്. പിന്നെ ആക്സിലേറ്റർ. ഇതിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ മോട്ടർ കറങ്ങിയിട്ടാണ് സൈക്കിള് മൂവ് ആവുന്നത്. പിന്നെ ഇത് ബാറ്ററി സൈക്കിളിൽ ഫിറ്റ് ചെയ്യാനുള്ള സോക്കറ്റാണ്. ഇതിൻ്റെ അടിയിലൊരു ക്ലാമ്പ് പോലെയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കത് സ്ക്രൂ ചെയ്യുക അല്ലെങ്കിൽ വെൽഡ് ചെയ്തോ അപ്പോൾ നമുക്കിത് പിടിപ്പിക്കാം. ഇതിങ്ങനെ ഊരാവുന്ന ഇതിൻ്റെ ഉള്ളിൽ ഇതായിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. പ്ലസ് ഇതിനകത്ത് ചാർജ് ഇൻഡിക്കേഷൻ കാണിക്കും. നമ്മളിത് ചാർജിലിടുമ്പോൾ ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം വരുന്നത് ഇതാണ്, ഈ സംഭവം. ഇത് എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ സർക്യൂട്ടാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ കുറേ വയറുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സംഭവം. ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞില്ലേ ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് എങ്ങനെ കണക്ട് ചെയ്ത് ഈ ഒരു വയറിൽ കണക്ട് ചെയ്തപ്പോൾ വെറുതെ ഇങ്ങനെ യോജിപ്പിച്ചാൽ പോരല്ലോ. ഈ കണക്ടറിലാണ് മെയിൻ, ഈ സർക്യൂട്ടിലാണ് മെയിൻ ഇതിൻ്റെ കണക്ഷൻ. കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഒരു ബ്രേക്ക് ലിവർ ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഈ മോട്ടർ ഇതിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രേക്ക് ഇത് സ്ലോ ആവും. ബ്രേക്കാണ്. 2 ബ്രേക്കിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിലൊരു കീ ഉണ്ട്. ഇത് ഓൺ ഓഫ്. ഇത് കീ ഓൺ ഓഫ് ആകുമ്പോഴത്തേക്കാണ് ഇത് വർക്കിംഗ് ആവുന്നത്. പിന്നെ വരുന്നത് നമ്മൾ മോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മോട്ടർ നമ്മൾ ചെയിൻ വഴി നമ്മൾ സൈക്കിളിൽ ഇതൊരു എക്സ്ട്രാ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്, ചെയിൻ ഉണ്ട്, അതിൻ്റെ ക്ലാമ്പ് ഉണ്ട്, അതിൻ്റെ ഫ്രീ വീൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ പിന്നുകളുണ്ട്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതെല്ലാം പിന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ സോക്കറ്റ് ഉണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ റിമ്മിൻ്റെ കുറച്ചുകൂടി നീളം കൂടിയ ആ ഒരു ഷാഫ്റ്റാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിങ്ങനെ ബോക്സിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്യൂട്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ വരുന്നത് ഈ ഒരു സർക്യൂട്ട് എന്നുള്ളതാണ്. ഞാനപ്പോൾ ഇത് പഠിച്ചത് ഓൺലൈനിൽ യൂട്യൂബിൽ ഓൾറെഡി പല കമ്പനികളുടെ സർക്യൂട്ടുകളുടെ ഈ ഒരു കണക്ഷൻ്റെ ഒരു ഇത് നമുക്ക് നോക്കിയാൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അത് മലയാളത്തിൽ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഇത് പ്രചാരമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്കവർക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ അത് ഉപകാരപ്പെടും. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ ഒന്നും ഈ ഒരു ഇത് എല്ലാം നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നത്. ഷോപ്പുകളിലൊന്നും ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ചെക്ക് ചെയ്തിട്ട് പോലും നമുക്കിത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാനിതിന് സർക്യൂട്ടിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഞാനത് ചെക്ക് ചെയ്ത് പറഞ്ഞു. ഇതിനകത്ത് 2 വയർ ഇതുണ്ട്, ഗേജ് കൂടിയ 2 വയറുകൾ. ഒന്ന് ഇത് ഈ ചുവപ്പും ബ്ലാക്ക് ഉള്ളതും നീലയും വെള്ളയും.
ഈ രണ്ടാണ് വലിപ്പമുള്ള വയറുകൾ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ വയറുകളാണ്. അപ്പോൾ അത് ഏതേതൊക്കെ വയർ അത് എന്തിൻ്റെയൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പറഞ്ഞില്ലേ, ഈ ഒരു ചുമപ്പും കറുപ്പും വരുന്നത് ഇത് ബാറ്ററി, നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന വയറാണ് ഈ വരുന്ന വയറ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ്റെയും ഞാൻ കാണിച്ചു തരാം. നമ്മളത് കണക്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഇതുണ്ടല്ലോ, പിന്നുകളുണ്ടല്ലോ, നമുക്ക് കുറച്ച് പിന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പിന്നുകൾ മുഖാന്തരമാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. ഇത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് ഇതാവുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം, ഇപ്പോൾ ഞാനിതിപ്പോൾ സോക്കറ്റ് വഴി നമുക്കിതിങ്ങനെ, ഇതിപ്പോൾ ഫീമെയിലാണ്, ഇത് മെയിലും, അതുപോലെ സോക്കറ്റ് ഇത് കണക്റ്റ് ആകുമ്പോഴത്തേക്കും അത് രണ്ടും കണക്റ്റ് ആവും. ഇതിൻ്റെ ഉള്ളിൽ പിന്നുണ്ട്, ഈ ഒരു പിന്ന് കണക്ട് ചെയ്തിട്ട് മറ്റേതായിട്ട് കണക്റ്റ് ആകുമ്പോഴത്തേക്കും അത് കണക്ഷൻ ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് ബാറ്ററിയാണ്. പിന്നെ ഈ നീലയും വെള്ളയും വരുന്നത് മോട്ടർ, ഇത് കണ്ടല്ലോ, ഈ മോട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന വയറാണ് ഇതിൻ്റെ. പിന്നെ ഇതിൽ ഈ ഒരു ബ്ലാക്ക് കളറ് ഫീമെയിൽ വരുന്നതുണ്ട്, അത് ലൈറ്റ് ഉണ്ട്, നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇതുണ്ട്, ഇത് കണക്ട് ചെയ്യുന്ന വയറാണ്. അപ്പോൾ അതിൽ പിന്നുണ്ട്, ആ പിന്ന് കണക്ട് ചെയ്യണം. പിന്നുള്ളത് നമ്മൾ കീ കാണിച്ചായിരുന്നു, കീ ഇതുണ്ടല്ലോ, കീ ഓൺ ഓഫ് കീ ഉണ്ട്, അത് ഓൺ ചെയ്യുമ്പോഴതാവുള്ളൂ. അതിൻ്റെ കണക്ട് ചെയ്യുന്ന സോക്കറ്റാണ് ഇത് റെഡ്. അതിൽ റെഡും നീലയും വയർ വരുന്നത്. പിന്നെ ഒരു 3 പിന്നിൻ്റെ ഈ വരുന്ന സംഭവമുണ്ട്, 3 വയർ വരുന്നതാണ്. ഇത് ആക്സിലേറ്ററാണ്, നമ്മൾ പറഞ്ഞില്ലേ ആക്സിലേറ്റർ, അതിൻ്റെ കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അത് പിന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് ഇൻസുലേഷൻ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സോക്കറ്റ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതായി. ഇനി ബാക്കിയുള്ളത് 2 വയറുകളാണ്. പിന്നെ ഈ ഒരു മഞ്ഞയും കറുപ്പും ഉള്ളത് ഇത് ബ്രേക്കാണ്. ബ്രേക്ക് നമ്മൾ ഓൾറെഡി കണ്ടു, ബ്രേക്കിൻ്റെ ലിവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഞാൻ കാണിച്ചു തരാം, അത് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ചാർജർ. നമുക്കിത് ബാറ്ററി ചാർജ് കുറയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള, അപ്പോൾ ചാർജറിൻ്റെയും നമുക്ക് ഇതുപോലെ ഒരു ഇതുണ്ട് കേട്ടോ, ഇതും നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ചാർജും ചെയ്യാം. അപ്പോൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇൻഡിക്കേഷനും കാണിക്കും. അപ്പോൾ ഞാനിനി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിനകത്ത് 2 വയറുകളാണ് മെയിൻ വരുന്ന ഗേജ് കൂടിയ വയറുകൾ. ഒന്ന് വരുന്നത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എൻ്റെ കിറ്റിലുള്ളതിനകത്ത് ഈ പറയുന്ന നീലയും വെള്ളയും വരുന്ന ഇതുണ്ട്, അത് സോക്കറ്റ് ഉണ്ട്. അത് മോട്ടറിൻ്റെ ഇതാണ്, അത് ഞാൻ കണക്ട് ചെയ്തു. പിന്ന് വഴി നമ്മൾ വയറിൽ പിന്ന്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിന്ന്, അത് വയറിൽ ഇത് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു. ഇത് മോട്ടറിൻ്റെയാണ്. പിന്നെ ഇത് വരുന്നത് ബാറ്ററിയുടെയാണ്. അപ്പോൾ ചുമപ്പും ബ്ലാക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വയർ എന്നുള്ളതിൽ അതിൽ നിന്ന് കണക്ട് ചെയ്ത്, അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വയർ നമ്മുടെ കിറ്റിലുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനലി ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സേഫ്റ്റി ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 2 നമ്മളിപ്പോൾ പറഞ്ഞു. ഇത് ബാറ്ററിയുടെയാണ്, ഇത് മോട്ടറിൻ്റെയാണ്. ഇനി അടുത്തത് അടുത്തത് ഈ ബ്ലാക്ക് കളർ ഒരു സോക്കറ്റ് ഉണ്ട്, ഇത് ലൈറ്റിൻ്റെയാണ്, ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ്. പിന്നെ ചാർജിൻ്റെ ബ്ലൂ കളർ ഒരു ഇതുണ്ട്, അത് ചാർജിൻ്റെയാണ്. നമ്മളത് കണക്ട് ചെയ്തു. അപ്പോൾ വയറിൻ്റെ കളറുണ്ട് റെഡ് ബ്ലാക്ക്. അപ്പോൾ ഇത് സെയിം അതേപോലെ റെഡ് ബ്ലാക്ക്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ, സെയിം കളർ തന്നെയാണ് വരുന്നത്, റെഡ് ബ്ലാക്ക്. അപ്പോൾ അത് കണ്ടു. പിന്നെ 3 പിന്നിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്, 3 പിന്ന്. ഇത് ആക്സിലേറ്ററിൻ്റെയാണ്, 3 വയറാണ്, അത് കണക്ട് ചെയ്തു. പിന്നെ അടുത്തത് കീയുടെ വരുന്നത്, കീ കണക്ട് ചെയ്യാനായിട്ട് അത് ഈ റെഡ് കളർ സോക്കറ്റാണ്. പിന്നെ ലാസ്റ്റുള്ളത് ബ്രേക്കിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ അതായത് കണ്ടില്ല, ഇത് മെയിൽ ഫീമെയിൽ സെയിം ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഫുൾ കണക്റ്റായി. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം,
ഈ വയറുകൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് കൂട്ടിമുട്ടരുത്, ഷോർട്ടാകും. അപ്പോൾ അത് ഇൻസുലേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബാറ്ററിയിലോട്ട് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇത് കീ നമ്മൾ ഓപ്പൺ ചെയ്യണതാണ്. കണ്ടില്ലേ, ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വന്നു. അപ്പോൾ ഇൻഡിക്കേഷൻ ഇതിനകത്ത് ചാർജർ കാണിച്ചിട്ടുണ്ട് 1 2 3 4. അപ്പോൾ ഇത് ഫുൾ ചാർജ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്, നമുക്കത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അതിൽ തന്നെ ഒരു ഇതുണ്ട്, ബീപ്പ് ശബ്ദം വരുന്നതുണ്ട്. അപ്പോൾ നമ്മളത് കീ ഓൺ ചെയ്തു. ഇനി ഓരോ ഫങ്ഷൻ ഇപ്പോൾ ഇനി വരുന്നതാണ് നമുക്ക് മോട്ടറിൻ്റേതാണ്. മോട്ടർ നമ്മളത് ആക്സിലേറ്റർ നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കണ്ടില്ല, മോട്ടർ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടില്ലേ മോട്ടർ. അപ്പോൾ ഇങ്ങനെ മോട്ടർ നമ്മളിത് കണക്ഷൻ കൊടുത്തേക്കണതാണ്. മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോട്ടർ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇപ്പോൾ ഞാൻ സ്പീഡ് അല്പം കുറച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ബ്രേക്കിൻ്റെ പറഞ്ഞല്ലോ, നമുക്ക് ബ്രേക്ക് കൊടുത്തത് കണ്ട സ്റ്റോപ്പ് ആവും. ബ്രേക്ക് റിലീസ് ആയിരുന്നെങ്കിൽ മോട്ടർ വീണ്ടും കറങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു തന്നല്ലോ. പിന്നെ ഉള്ളത് ചാർജറാണ് പറഞ്ഞത്. നമ്മൾ ചാർജറിൻ്റെ ഇതുണ്ട്. ചാർജർ കുത്തുമ്പോഴത്തേക്കും നമ്മൾ കീ ഇപ്പോൾ കീ ഓഫാക്കി കഴിഞ്ഞിട്ട് ചാർജ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ വേറെ ഒന്നും പ്രവർത്തിക്കില്ല, ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഈ പറഞ്ഞിരുന്ന ഈ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെച്ചിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ അത് എങ്ങനെ കണക്ട് ചെയ്തിട്ട് സൈക്കിളിൻ്റെ മൂവ്മെൻറ്റും, ഇനി കണക്ട് ചെയ്യാനുള്ളത് ചെയിനും അങ്ങനെയുള്ള ആ മോട്ടർ കണക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ.